2 ലക്ഷം രൂപ തൊട്ട് 10 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കിട്ടാൻ പറ്റുന്ന പദ്ധതിയുടെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് നമ്മൾ പോകുന്നത്. നോർക്കയുടെ ഇൻഷുറൻസ് പദ്ധതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്നത് 31 ഒക്ടോബർ 31 ലാസ്റ്റ് ഡേറ്റ്. പക്ഷെ നവംബർ 1 വരെ നീട്ടിയിട്ടുണ്ട്. വെബ്സൈറ്റിൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. അതിന്റെ നാട്ടിലിരുന്ന കാണുന്നവരുണ്ടെങ്കിൽ വിദേശത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറയാം ഇത് എടുക്കാൻ പറഞ്ഞു. 2 ദിവസമേ ഉള്ളൂ ചെയ്യണം. പക്ഷെ ഒരു 10 മിനിറ്റത്തെ പരിപാടി ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം ഗൂഗിളിൽ ചെന്നിട്ട് നോർക്ക റൂട്ട്സ് അല്ലെങ്കിൽ നോർക്ക ഇൻഷുറൻസിന് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോർക്ക റൂട്ട്സിന്റെ പേജിലേക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതാണ് വരുന്നത്. അവിടേക്ക് പോകും. നമുക്ക് 3 കാര്യങ്ങൾ നമ്മൾ എടുത്തു വെക്കണം. ആദ്യം നമ്മൾ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് കോപ്പി, നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഒരു സിഗ്നേച്ചർ. അതൊരു വൈറ്റ് പേപ്പറിൽ ഒരു സിഗ്നേച്ചർ ഇട്ടാൽ മതി. അപ്പൊ നിങ്ങൾ ഫോണിലാണെങ്കിൽ ഫോണിൽ വരിക, അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിൽ ഇത്രയും ലാപ്ടോപ്പിൽ സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്യുമ്പോൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ ഇതിന്റെ ID കാർഡ് രജിസ്റ്റർ ചെയ്യണം. വർഷങ്ങളായിട്ട് പറയുന്നതാണ്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നോർക്കയുടെ ID കാർഡ് ആദ്യം എടുക്കുക. വൺസ് നോർക്കയുടെ ID കാർഡ് കിട്ടിയെങ്കിൽ മാത്രമേ ഇൻഷുറൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ID കാർഡിന് അപ്ലൈ ചെയ്തതിന് ശേഷം അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് പദ്ധതികൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ ID കാർഡിന് ഏകദേശം ഒരു 400 ചില്ലുവാനും രൂപ ആണ് കോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസിക്ക് വരുന്നത് ഏകദേശം ഒരു 600 ചില്ലുവാനും രൂപ. ഈ 2 എണ്ണത്തിലൂടെ ഞാൻ കൊടുത്തത് 1069 രൂപയാണ്. അപ്പൊ ഈ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസിയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ അപ് ടു 2 lakhs വരെ നമുക്ക് കവറേജ് കിട്ടും. അത് ഇന്ത്യയിലെ തന്നെ ഏകദേശം 12,000-ലധികം ഹോസ്പിറ്റലുകളിലും കേരളത്തില് 5,000-ലധികം ഹോസ്പിറ്റലുകളാണ് ഇതുള്ളത്. ഇതിന്റെ ഒരുപാട് സ്കീമുകളുണ്ട്, നമുക്കറിയാത്ത നിരവധി സ്കീമുകളുണ്ട്. അത് മുകളിൽ തന്നെ ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. സ്കീംസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ട് സ്കീംസ് കാണാം. ഞാൻ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫാമിലി കവറേജ് കിട്ടുന്ന സംഭവമാണ്. അതിനാണ് 10 ലക്ഷം രൂപ വരെ ഇതിന്റെ കവറേജിലേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രീമിയം എന്ന് പറയുന്നത് ഫാമിലി ഫ്ലോട്ടർ എന്ന് പറയുന്ന ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ 13,000 രൂപയാണ്. 13,411 രൂപയാണ് അതിന്റെ ഒരു സ്കീം പാക്കേജ്. നമുക്ക് സ്പൗസിന് 2 കുട്ടികൾ, ഈ 4 പേർ കൂടെ 13,411 രൂപയാണ്. മക്കൾ 25 വയസ്സിന് താഴെയായിരിക്കണം. ഇനി നമുക്ക് ഒരു കുട്ടിയോട് ആഡ് ചെയ്യണമെങ്കിൽ 4,130 രൂപയുടെ കൊടുത്താൽ മതി. ഇനി അതല്ല, ഒരു ഇൻഡിവിജ്വൽ ഒരാൾ മാത്രം സിംഗിൾ ആയിട്ടാണ് വിദേശത്ത് താമസിക്കുന്നതെങ്കിൽ 8,101 രൂപയാണ് കൊടുക്കേണ്ടത്. ഇത് എല്ലാ വർഷവും റിന്യൂ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ക്രിട്ടിക്കൽ ഇൽനസ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ആക്സിഡന്റിൽ വരുന്ന പെർമനന്റ് ഡിസബിലിറ്റി ആയിക്കോട്ടെ എന്നുള്ള കാര്യം. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസും ഇതിൽ കവേർഡ് ആണെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം വിദ്യ, ഈ പ്രൈസിന് വേറെ ഒരു ഇൻഷുറൻസ് സ്കീം കിട്ടില്ല. നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുമ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 10 മിനിറ്റിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ഈസി പ്രോസസ് ആണ്. ക്യാഷ്ലെസ് പേയ്മെന്റ് ആയിട്ട് നമുക്ക് പോകാൻ, അതായത് ഹോസ്പിറ്റലിലൊക്കെ വരികയാണെങ്കിൽ പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്.